അത് സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എന്റെ സച്ചിനെ മറക്കുന്നത് എനിക്ക് മരണത്തുല്യ. ഞാൻ എന്ത് ചെയ്യും? സമൃദ്ധ, സച്ചിയുടെ എല്ലാ കാത്തിരിപ്പും ഇപ്പൊ അവസാനിച്ചില്ലേ? അർച്ചനയും മോളും ഇപ്പോ സച്ചിയുടെ തൊട്ടടുത്തുണ്ടല്ലോ. പക്ഷേ എന്നിട്ടും അവൾക്ക് വേണ്ടിയുള്ള എന്റെ കാത്തിരിപ്പ് അവസാനിക്കുന്നില്ലല്ലോ. അവളെന്നെ തിരിച്ചറിയുന്ന പോലും ഇല്ലല്ലോ. എനിക്ക് ഗോകുൽ സാറിന്റെ വാക്കുകൾ വിശ്വാസമാ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ മാത്രമേ സച്ചിക്ക് കാത്തിരിക്കേണ്ടി വരുള്ളൂ. എനിക്കതില് ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ ഗോകുൽ സാറിന്റെ കാര്യത്തിലല്ല, അർച്ചനയുടെ കാര്യത്തിൽ എന്റെ സംശയം. സച്ചി എന്താ പറഞ്ഞിരുന്നു? അർച്ചനയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ സംഭവിക്കില്ല എന്ന് വക്കീലിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? പെട്ടെന്നൊരു മറുപടി പറയാൻ സാധിക്കുന്നില്ല അല്ലേ? ഇതേ ചോദ്യം തന്നെ ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. അങ്ങനെ സംഭവിച്ച ജീവിതകാലം മുഴുവൻ ഇനി ഞാൻ കാത്തിരിക്കണം. എന്റെ കൺമുമ്പിൽ എന്റെ ഭാര്യയുണ്ട്, എന്റെ മോളുണ്ട്. പക്ഷെ അവരെന്റെ ആരുമല്ല. അവരുടെ മേല് ഒരവകാശവും ഒരധികാരവും എനിക്കില്ല. അവർക്ക് ഞാനെന്നും ഒരപരിചിതൻ, ആരുമല്ലാത്തവൻ. എന്റെ കൺമുമ്പിൽ അവര് മറ്റൊരാളുടെ ഭാര്യയും മകളുമായിട്ട് ജീവിക്കുന്നു. എന്റെ അർച്ചനയും മോളും ഇല്ലാതെ പിന്നെ എന്തിനാ എനിക്ക് ഈ ജീവിതം? എനിക്കിനി ജീവിക്കേണ്ട വക്കീലേ. അങ്ങനൊരു ജീവിതം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ തന്നെ എല്ലാം ഉപേക്ഷിച്ച് ഇതങ്ങ് അവസാനിപ്പിക്കുന്നല്ലേ? ഇത്ര നെഗറ്റീവായിട്ട് ചിന്തിക്കില്ലേ സച്ചി. പെട്ടെന്നൊരു ദിവസം അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാലോ? ആ നിമിഷം സച്ചിയെ തേടി അർച്ചന ഓടി വരില്ലേ? വരും, എനിക്ക് ഉറപ്പുണ്ട്. സച്ചിയോട് തോറ്റു പോരുത്. ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങള് സച്ചിയെ തളർത്തുന്നുണ്ടാവാം. പക്ഷെ സച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. സച്ചിയുടെ അവസ്ഥയേക്കാൾ കഷ്ടമല്ലേ അർച്ചനയുടെയും കുഞ്ഞിന്റെ അവസ്ഥ? സ്വന്തം അച്ഛന്റെ സ്നേഹം അറിയാതെ എന്റെ മോള് മറ്റൊരാളെ അച്ഛാന്ന് വിളിക്കുന്നത് എന്റെ കൺമുമ്പിൽ കണ്ടോട് ഞാൻ ജീവിക്കണം? സ്വന്തം ഭാര്യയും മോളും മറ്റൊരാളുടെ കൂടെ വേറൊരു കുടുംബത്തിൽ ജീവിക്കുന്നത് കണ്ടിരിക്കാൻ മാത്രം വിശാല മനസ്കനൊന്നും അല്ല ഞാൻ. എന്റെ കുടുംബം എന്റേതാ, അതെനിക്ക് തിരിച്ചു വേണം. എന്റെ മോള്, അവൾ എന്റെ ചോരയിൽ ജനിച്ച കുഞ്ഞാ. സച്ചി, ഗൗരിമോൾക്ക് ഓർമ്മ വെച്ച കാലം മുതല് അവള് കണ്ടിട്ടുള്ള അച്ഛൻ ഗോകുൽ സാറാ. അവൾക്ക് ഗോകുൽ സാറ് വെറും ഒരു അച്ഛനല്ല, അവളുടെ ലോകമാ. അതുപോലെ തന്നെയാ അർച്ചനയും. ഓർമ്മകൾ തിരിച്ചുകിട്ടാത്ത അർച്ചനയ്ക്ക് സച്ചി വെറും ഒരു അപരിചിതനാ. വക്കീൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ ഭാഗത്തല്ലേ? നിയമം എന്റെ കൂടെ നിൽക്കൂ. അതെ, ഈ പ്രശ്നം കോടതിക്ക് മുമ്പിലെത്തിയ നിയമം സച്ചിയുടെ കൂടെ മാത്രമേ നിൽക്കൂ. പക്ഷേ അർച്ചനയോ? അർച്ചന ആരുടെ കൂടെ നിൽക്കും? സച്ചിയുടെ കൂടെയോ അതോ ഗോകുൽ സാറിന്റെ കൂടെയോ? നിയമപരമായി അവരെ ആ കുടുംബത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുവരാൻ സച്ചിക്ക് സാധിക്കും. പക്ഷേ ശരീരം കൊണ്ട് സച്ചിയുടെ കൂടെ ഇരിക്കുമ്പോഴും അർച്ചനയുടെ മനസ്സില് ഗോകുൽ സാറും ആ കുടുംബമായിരിക്കില്ലേ? സച്ചി ഭയത്തോടെ നോക്കുന്നൊരു ഭാര്യയും അച്ഛനെ പിരിഞ്ഞ വേദനയിൽ കരയുന്ന ഒരു മോളെയാണോ സച്ചിക്ക് വേണ്ടത്? സ്നേഹം കൊണ്ട് ജയിക്കേണ്ടടുത്ത് നമ്മൾ അധികാരം കാണിച്ച തോറ്റുപോകുന്നത് സച്ചി മാത്രമല്ല, 2 കുടുംബങ്ങൾ കൂടിയാ. പ്രായോഗികമായി നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഗോകുൽ സാർ പറഞ്ഞതുപോലെ അർച്ചനയ്ക്ക് ഓർമ്മ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അല്ലാതെ നമുക്ക് മുമ്പിൽ വേറെ വഴിയില്ല. പക്ഷെ എത്ര കാലം? എന്നാ ഇതിനൊരു അവസാനം? എന്തായാലും കാണാമറിയത്തുന്ന ദൈവം ഇപ്പൊ ഇതുവരെ എത്തിച്ചില്ലേ? നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതി ദൈവത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. വിശ്വസിക്ക് സച്ചി, അർച്ചനയും കുഞ്ഞും സച്ചിയിലേക്ക് തന്നെ മടങ്ങി വരും.
ആ പഴയ ഓർമ്മ നമുക്കിനി വേണം. ഭൂതകാലത്തിലേക്കുള്ള തന്റെ എല്ലാ അന്വേഷണങ്ങളും ഇവിടെ വെച്ച് അവസാനിപ്പിച്ചൂടെ? നമുക്ക് നമ്മുടെ സന്തോഷങ്ങളിൽ ജീവിച്ചാൽ പോരെ? ഞാൻ കെട്ടിയ താലിയ അവളുടെ കഴുത്തി കിടക്കുന്നേ. അർച്ചനയുടെ മനസ്സിലോ ജീവിതത്തിലോ ഞാനല്ലാതെ മറ്റൊരാൾക്കും ഒരു കാലത്ത് സ്ഥാനമില്ല. അർച്ചന, അർച്ചന, നിന്റെ സച്ചിയേട്ടനാ വിളിക്കുന്നേ. ഞാൻ എന്ത് ചെയ്യും? 10 വർഷം ഒരു പോറല് പോലും ഏൽക്കാതെ എന്നെയും എൻ്റെ മോളെ സംരക്ഷിച്ച് സ്നേഹിച്ച മനുഷ്യനെ ഗോകുൽ. ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളിൽ ഒപ്പം ജീവിക്കാനാ അദ്ദേഹം എന്നെ ക്ഷണിക്കുന്നത്. അത് സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എന്റെ സച്ചിനെ മറക്കുന്നത് എനിക്ക് മരണത്തുല്യ. ഞാൻ എന്ത് ചെയ്യും? സമൃദ്ധ, ഇത്തരം ഭ്രാന്തൻ ചിന്തകളൊക്കെ കളയ. അയാൾ നിന്നെ ഇത്രയും കാലം സംരക്ഷിച്ചതിന് പകരമായി നീ സച്ചിയെ മറന്നുകൊണ്ട് അയാളുടെ കൂടെ ജീവിക്കണോ? ഭൂതകാലത്തിലേക്കുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ അയാൾ ആവശ്യപ്പെട്ടതിന്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ നിന്ന് പഴയതെല്ലാം ഒഴിവാക്കുക എന്നതാണ്. ഇല്ല, എനിക്കതിന് സാധിക്കില്ല. നീ നിന്റെ സന്തോഷം മാത്രം നോക്കി ഇവിടെ സുഖമായിട്ട് വാഴുമ്പോ അവിടെ നിന്റെ കുടുംബം, നിന്റെ സച്ചിയേട്ടൻ എല്ലാം ദുഃഖത്തിന്റെ പടുകുഴിയിൽ കിടക്കുക. ഇപ്പോഴും അവരുടെ തലയ്ക്ക് മുകളിൽ കയറി നിന്ന് അവന്തിക താണ്ഡവാടുക. അർച്ചന, എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഇന്ന വാടക വീട്ടില് അവരനുഭവിക്കുന്ന ഓരോ തുള്ളി കണ്ണീരിനും കാരണം ആ അവന്തികയാ. ആ ചതിക്കെതിരെ പോരാടേണ്ട നീയാ ഇവിടെ ഗോകുലിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഗോകുലിന്റെ തകർച്ച നീ കണ്ടില്ലേ? ഞാൻ എന്തിനത് കാണണം? ഞാൻ സച്ചേട്ടനെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഗോകുലിനോട് ക്രൂരത കാട്ടാൻ എനിക്ക് കഴിയുന്നില്ല.